വലിയപറമ്പ് പഞ്ചായത്തിൽ കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി ജില്ലാ കലക്ടർ സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾക്ക് നേതൃത്വം നൽകാൻ 5-ാം വാർഡ് ജാഗ്രതാ സമിതി വനിതാ കൂട്ടായ്മ മുന്നിട്ടിറങ്ങി. പുരുഷന്മാർ ഒന്നടങ്കം ഇലക്ഷൻ പ്രചരണ തിരക്കിലായതിനാലാണ് പെൺകൂട്ടായ്മ നേതൃത്വം ഏറ്റെടുത്തത്. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ MV സരോജിനി, P തങ്കമണി, KV സത്യഭാമ, PP ചന്ദ്രിക, KP ചിത്ര, ലൈസൺ ഓഫീസർ T സുജിത എന്നിവർക്ക് പിന്തുണയുമായി ചന്ദേര പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ A ഹേമലത, സിവിൽ പോലീസ് ഓഫീസർ P രേഷ്മ എന്നിവരും ഉണ്ടായിരുന്നു. ഡിസംബർ മാസാവസാനത്തോടെ ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം ബീച്ചുകളിലുള്ള കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വലിയപറമ്പ് പഞ്ചായത്തിൽ 2 പാലങ്ങളിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വലിയപറമ്പ് പഞ്ചായത്തിലെ ഈ വലിയപറമ്പ് പാലത്തിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം നടത്തുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരം നിയന്ത്രണങ്ങൾ തുടരും. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കോവിഡ് രോഗികളുള്ളത് വലിയപറമ്പ് പഞ്ചായത്തിലാണ്. അപ്പോൾ 0 കോവിഡ് രോഗികളുള്ള എന്ന് പറഞ്ഞാൽ കോവിഡ് രോഗികളുടെ എണ്ണം 0 ആക്കുന്ന ഒരു ദൗത്യമാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെയും പോലീസിൻ്റെയും ഒക്കെ സഹകരണം ഇതിലുണ്ട്. മാഷ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി തുടരാൻ വേണ്ടിയിട്ട് വരും ദിവസങ്ങളിൽ കടുത്ത തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാവും. വലിയപറമ്പ് പഞ്ചായത്തിലെ പ്രവേശന കവാടങ്ങളായ മാവില, കടപ്പുറം, വലിയപറമ്പ് പാലങ്ങളിൽ 10 ദിവസങ്ങളിലായി ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സഞ്ചാരികളെ നിയന്ത്രിക്കുന്നുണ്ട്. ഒരു ദിവസം 100 വാഹനങ്ങൾക്കാണ് പ്രവേശനാനുമതി. മാഷ് പദ്ധതി നോഡൽ ഓഫീസർമാർ, ലൈസൺ ഓഫീസർമാർ എന്നിവർക്കൊപ്പം പോലീസും നിയന്ത്രണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്.